പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളൻ വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറും സാമ്പാറും വന്നു. കുഞ്ഞിരാമായണം സിനിമയിലെ ബിജു മേനോന്റെ ഈ ഡയലോഗ് കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല. ആ സിനിമയിൽ ഈ സംഭാഷണത്തിന് അടിസ്ഥാനമായ കഥാഗതി മറ്റൊന്നാണെങ്കിലും ഏതാണ്ട് ഈ പറഞ്ഞതുപോലെയാണ് മമ്മൂട്ടി കമ്പനിയിൽ നിന്നും വരുന്ന ഓരോ സിനിമകളും. പ്രേക്ഷകർക്ക് വിഭവ സമൃദ്ധമായ സദ്യ തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും. ഇപ്പോഴിതാ ആ വിഭവ സമൃദ്ധമായ സദ്യയിലേക്ക് 2 കൂട്ട് പായസവും കൂടി നൽകുകയാണ് മമ്മൂട്ടി കമ്പനി. പ്രേക്ഷകർ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു കോംബോ മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സംരംഭമായ ചിത്രത്തിലൂടെ ഉടലെടുക്കാൻ പോവുകയാണ്. ജയിലർ എന്ന രജനിയുടെ തമിഴ് മൂവിയിലേക്ക് വില്ലനെ ആലോചിക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഒരു ബിഗ് ഫിഗർ വേണമെന്ന ഒരു പ്ലാൻ സംവിധായകന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്രേ. അയാളുടെ മനസ്സിൽ ആദ്യം വന്ന പേര് മമ്മൂട്ടിയുടേതാണെന്നും ചില റിപ്പോർട്ടുകളൊക്കെ അന്ന് വന്നിരുന്നു. എന്നാൽ തമിഴകത്ത് വലിയ ഒരു ഫാൻ ബേസും ഒരു സൂപ്പർ സ്റ്റാറിന് തുല്യമായ സ്വീകാര്യതയുമുള്ള മമ്മൂട്ടിക്ക് അത്തരം ഒരു വേഷം സ്വീകരിക്കേണ്ട യാതൊരു കാര്യവുമില്ലാത്തതിനാൽ ആയിരിക്കാം മമ്മൂട്ടിയെ സമീപിക്കാൻ അവർ അന്ന് മടിച്ചത്. പക്ഷേ ആ സ്ഥാനത്തേക്ക് മലയാളത്തിന്റെ വിനായകനായിരുന്നു എത്തിയത്. ഇപ്പോഴിതാ ആ വിനായകൻ നായകനാകുമ്പോൾ അതേ സിനിമയിൽ വില്ലനായി മമ്മൂട്ടി എത്തുകയാണ്. ജീവിതത്തിൽ താൻ ചെയ്യാൻ ഇനി ബാക്കിയുള്ള കഥാപാത്രങ്ങൾ എന്തൊക്കെയാണെന്ന് തെരഞ്ഞ് നടക്കുകയാണ് മമ്മൂട്ടിയെന്ന് തോന്നിപ്പോകുന്നു. മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളിലൂടെ പരീക്ഷണത്തിന്റെ പുതിയ തലങ്ങൾ തേടുകയാണ് ആ മനുഷ്യൻ. മലയാള സിനിമ ഇന്നുവരെ പരീക്ഷിക്കാത്ത ഒരു നിയോനോയർ സൈക്കോ ത്രില്ലർ മൂവിയായ റോഷാക്കിൽ തുടങ്ങിയ ആ പ്രയാണം നൻപകലും, കണ്ണൂർ സ്ക്വാഡും, കാതൽ ദിക്കോറും, ടർബോയും ഒക്കെ പിന്നിട്ട് ഈ സിനിമയിൽ എത്തി നിൽക്കുമ്പോഴും മിക്സഡ് ഒപ്പീനിയൻ ആയിരുന്നിട്ട് കൂടി ബോക്സ് ഓഫീസിൽ പണം വാരിയ ടർബോ അടക്കം ഓരോ മമ്മൂട്ടി കമ്പനി സിനിമയും പ്രേക്ഷകന് നൽകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അടുത്തതായി റിലീസാകാൻ പോകുന്ന ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക്കൻ ലേഡീസ് പേഴ്സിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ. ബസൂക്കയ്ക്ക് ശേഷം ഈ വർഷം അവസാനത്തോടുകൂടി തിയേറ്ററിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഡൊമിനിക്കൻ ലേഡീസ് പേഴ്സിന്റെ റിലീസിംഗ് തീയതിക്കായി കാത്തിരിക്കുന്നതിനിടയിലാണ് പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ച വിവരം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിടുന്നത്. ബിഗ് ബി, ഡാഡി കൂൾ, ബെസ്റ്റ് ആക്ടർ, ദി ട്രെയിൻ, ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് തുടങ്ങിയ സിനിമകളിൽ മമ്മൂട്ടിയും വിനായകനും ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അന്നൊന്നും വിനായകൻ ഇത്രയധികം എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ആക്ടറായി മാറിയിരുന്നില്ല. ജയിലറിലെ വില്ലൻ വേഷം കൊണ്ട് സൗത്ത് ഇന്ത്യ മുഴുവൻ താരമായി മാറിയ വിനായകൻ മമ്മൂട്ടിയോട് ചേരുമ്പോൾ, അതും മമ്മൂട്ടി വില്ലൻ ആണെന്ന് കൂടി കേൾക്കുമ്പോൾ മലയാള സിനിമ ഇന്നുവരെ കാണാത്ത ഒരു ഡെഡ്ലി കോംബോയുടെ പിറവിക്ക് തന്നെ അത് കാരണമാകാനും ഒരു പാൻ ഇന്ത്യൻ മൂവിക്കുള്ള എല്ലാ സാധ്യതകളും കാണുന്നുമുണ്ട്. ക്രൈം ത്രില്ലർ ആയ സിനിമയിൽ പോലീസ് ആയാണ് വിനായകൻ എത്തുന്നത്. നാഗർകോവിലിൽ ചിത്രീകരണം ആരംഭിച്ച സിനിമയിലേക്ക് നായകനായി ആദ്യം പരിഗണിച്ചിരുന്നത് പൃഥ്വിരാജ്, ജോജു ജോർജ്, ബിജു മേനോൻ എന്നിവരെ ആയിരുന്നുവെങ്കിലും മറ്റു സിനിമകളുടെ തിരക്കുകൾ മൂലം അവരെല്ലാം ഒഴിവാവുകയായിരുന്നു. ഈ സിനിമയിലൂടെ ജിതിൻ കെ ജോസ് എന്ന മറ്റൊരു നവാഗത സംവിധായകനെ കൂടി മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് മമ്മൂട്ടി. കൊറോണ സമയത്ത് റിലീസായി ടോപ്പ് ഗ്രോസറായി മാറിയ കുറുപ്പ് എന്ന സിനിമയുടെ സഹ തിരക്കഥാകൃത്ത് കൂടിയാണ് ഇപ്പോൾ സംവിധായകനായി എത്തുന്ന ജിതിൻ കെ ജോസ്. കണ്ണൂർ സ്ക്വാഡ് സംവിധാനം ചെയ്ത റോബി വർഗീസ് രാജാണ് സിനിമ ഓട്ടോഗ്രാഫി കൈകാര്യം ചെയ്യുന്നത്. സുഷിൻ ശ്യാമാണ് സംഗീത സംവിധായകൻ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.